ഹായ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും NBA വൈബ് സോൺ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു തമാശ വീഡിയോ ആണ്. നിങ്ങൾക്ക് ചിലപ്പം തമാശ ആയി തോന്നിക്കോളണമെന്നില്ല, പക്ഷെ എനിക്കതൊരു തമാശയായിട്ട് തോന്നി. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഓക്കെ. ചിലൊരു തീരുമാനം പറയില്ല. എൻ്റെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും, വരുമ്പോഴേ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണം. ഞാൻ എന്ത് കൊണ്ടുവരണം? എന്തെങ്കിലും കൊണ്ടുപോവാം. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ്? കുറിക്കാൻ. ഞാൻ പറഞ്ഞു 100 കണക്കിന് സാധനമുണ്ട് കുറിക്കാൻ. അതിലെന്താ വേണ്ടത്? എരിവുള്ള എന്തെങ്കിലും കൊണ്ടുപോവാം. എരിവുള്ള എന്താ? മുളക് പൊടി മതിയോ? എന്തെങ്കിലും കൊണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ട് പോയാലോ? അല്ല, നമുക്ക് ടൂർ പോയാലോ? എങ്ങോട്ട് പോകണം? നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ? എടി, പുറത്ത് പോവാ. വണ്ടി ഞാൻ എടുക്കാം, പൈസ ഞാൻ എടുക്കാം, ആ സ്ഥലം ഒന്ന് തീരുമാനിക്കോ? അതില്ല. ഇത് അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇത് തീരുമാനം ഞാൻ എടുക്കണം, വണ്ടി ഞാൻ ഓടിക്കണം, വണ്ടി ഞാൻ പാർക്ക് ചെയ്യണം, സീറ്റ് ഞാൻ പിടിക്കണം. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി കൂടിയായ ബിൻഷാദ് ഗുരുവായൂരിൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ്. മൂപ്പര് ഉദാഹരണം പറയണത് മൂപ്പര് ഭാര്യ ശരിയല്ലാതാ. ഒരു ഭാര്യക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല. മൂപ്പര് ഭാര്യ എന്താ പറയാ, മൂപ്പര് കല്യാണം കഴിച്ച് വർഷങ്ങളായി മക്കളൊക്കെ ആയ ഒരാളാണ്. മൂപ്പർക്ക് ഇപ്പോഴും ഭാര്യയെ ഒരു തീരുമാനം എടുക്കുന്ന തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നല്ല ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ആ സദസ്സിലിരുന്ന് ഇതൊക്കെ കേൾക്കുന്ന ഒരുപാട് ന്യൂജൻ പിള്ളേരാണ് എല്ലാവരും. ഏറെക്കുറെ മിക്ക ആളുകളും ചെറുപ്പക്കാരുമാണ്. ഏതെങ്കിലും ഒരു ചുണയുള്ള ആൺപിള്ളേർ, ചുണിയുള്ള പെൺപിള്ളേർ എണീറ്റെന്ന് ചോദിക്കാണ്, അല്ല സാറേ, സാറിന്റെ ഭാര്യ ഇതുവരെ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഒരു നല്ല ആളാക്കി മാറ്റാൻ സാറിന് കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണോ സാറ് ഞങ്ങളെ ഈ മോട്ടിവേറ്റ് ചെയ്യണതെന്ന് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ശരിയെന്നാ.